ശബരിമല തന്ത്രിയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റേതാണ് ഈ നിർദ്ദേശം. ബോർഡിൻ്റെ ആവശ്യം പരിഗണിച്ചാണ് കോടതി ഇടപെടൽ. നാളത്തെ ബോർഡ് യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ ബാബു, ഇവിടെ ഇപ്പോൾ ഹൈക്കോടതിയാണ് ഒരു നിർദ്ദേശം ദേവസ്വം ബോർഡിന് നൽകിയിട്ടുള്ളത്. ശബരിമലയിലെ അടുത്ത തന്ത്രി അല്ലെങ്കിൽ താന്ത്രിക അവകാശം ആർക്ക് നൽകണമെന്നുള്ളതിനെ സംബന്ധിച്ച് അന്തിമ തീരുമാനം ദേവസ്വം ബോർഡിന് കൈക്കൊള്ളാം എന്ന് കോടതി ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. നമുക്കറിയാം, കണ്ഠര് രാജീവർ അദ്ദേഹത്തിന് ശാരീരിക അസുഖങ്ങളുള്ളതിനാൽ അല്ലെങ്കിൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ തന്നെ ഒഴിവാക്കണം എന്നുള്ളൊരാവശ്യം അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ മുമ്പിൽ വെച്ചു. തൻ്റെ മകനെ അടുത്ത തന്ത്രിയായി നിയോഗിക്കണം എന്നുള്ള ആവശ്യവും അദ്ദേഹം ദേവസ്വം ബോർഡിന് മുമ്പിൽ വെച്ചു. അപ്പോഴാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയുടെ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ ആരാഞ്ഞത്. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി കൃത്യമായ നിർദ്ദേശം ദേവസ്വം ബോർഡിന് നൽകിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്തിമ തീരുമാനമെടുക്കാം എന്നുള്ള ഒരു നിർദ്ദേശം കോടതിയിൽ നിന്ന് വരുന്നു. നാളെ ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം ഇത് സംബന്ധിച്ച തീരുമാനവും കൈക്കൊള്ളും. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് രേഷ്മ ബാബു? വിനോദ്, നിർദ്ദേശമായിട്ടല്ല ഹൈക്കോടതി അത് പറഞ്ഞിട്ടുള്ളത്. ഈ തന്ത്രിയെ മാറ്റുന്ന അല്ലെങ്കിൽ തന്ത്രിയെ തീരുമാനിക്കുന്ന സംബന്ധിച്ചുള്ള നടപടികൾ ദേവസ്വം ബോർഡ് തീരുമാനിച്ചാൽ പോരെ എന്നുള്ളൊരു വാക്കാലുള്ളൊരു പരാമർശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ കണ്ഠര് രാജീവർ തനിക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ തന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് മകനായിട്ടുള്ള കണ്ഠര് ബ്രഹ്മദത്തന് ആ താന്ത്രിക അവകാശം അല്ലെങ്കിൽ ആ സ്ഥാനം കൊടുക്കണമെന്നുള്ളൊരു ആവശ്യം ദേവസ്വം ബോർഡിന് മുന്നിൽ ഒരു കത്ത് മുഖേന മുന്നോട്ട് വെച്ചിരുന്നു. അതിലാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ നിലപാട് തേടിയത്. അതായത് ദേവസ്വം ബോർഡ് ഇത്തരത്തിലുള്ള ഒരു കത്ത് തങ്ങൾക്ക് ലഭിച്ചുവെന്നും അക്കാര്യത്തിൽ എന്ത് തീരുമാനം കൈക്കൊള്ളണം എന്നുള്ളതും ഹൈക്കോടതിയിൽ അപേക്ഷയായിട്ട് മുന്നോട്ട് വെച്ചത്. അതിലാണ് ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് തീരുമാനിച്ചാൽ പോരെ എന്നുള്ളൊരു നിലപാടിലേക്ക് ഹൈക്കോടതി എത്തിയത്. എന്നിരുന്നാലും ഈ ദേവസ്വം മാനുവൽ തന്ത്രിയെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ചട്ടങ്ങളുണ്ട്, മാനുവൽ പ്രകാരം അതിൻ്റെ ചില വ്യവസ്ഥകളുണ്ട്. അതുകൊണ്ട് ദേവസ്വം മാനുവൽ പ്രകാരമുള്ള മറ്റ് നടപടിക്രമങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് അടുത്ത ആഴ്ചത്തേക്ക് ഈ വിഷയം ഹൈക്കോടതിയെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നാളെ ദേവസ്വം ബോർഡിന്റെ ഒരു യോഗം ചേരുന്നുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതി ഈ വാക്കാലുള്ള പരാമർശം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ദേവസ്വം ബോർഡിന്റെ യോഗത്തിൽ ഈ ഒരു വിഷയം, അതായത് തന്ത്രിയായിട്ട് കണ്ഠര് ബ്രഹ്മദത്തിനെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഒരുപക്ഷെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായേക്കും. നിലവിൽ കണ്ഠര് മഹേഷ് മോഹനര് ആണ് തന്ത്രിയായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കണ്ഠര് രാജീവരായിരുന്നു. കണ്ഠര് രാജീവർക്ക് പകരം ബ്രഹ്മദത്തിനെ നിയോഗിക്കുന്ന കാര്യത്തിലാണ് ദേവസ്വം ബോർഡ് നിലപാട് ഹൈക്കോടതിയോട് തേടിയത്. കാരണം ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിയമന പ്രക്രിയകൾ അല്ലെങ്കിൽ മറ്റ് സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഹൈക്കോടതി അറിയിച്ചുകൊണ്ട് വേണം അനുമതി തേടാനായിട്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ദേവസ്വം ബോർഡ് അപേക്ഷ സമർപ്പിച്ചത്. എന്തായാലും അപേക്ഷ ഹൈക്കോടതി അടുത്ത ആഴ്ച വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതിനിടയിലാണ് വാക്കാൽ, അതായത് ദേവസ്വം ബോർഡിന് ഈ തന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ നിലപാടെടുത്തൂടെ എന്നുള്ളൊരു വാക്കാൽ പരാമർശം ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് നാളെ യോഗം ചേരുന്ന മുറയ്ക്ക് ഈ ബ്രഹ്മദത്തിനെ തന്ത്രിയായിട്ട് നിയോഗിക്കുന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഒരു തീരുമാനം കൈക്കൊണ്ടേക്കും. വിനോദ്, വ്യക്തമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അടുത്ത തന്ത്രി ശബരിമലയിലെ അടുത്ത തന്ത്രി ആരാകണമെന്നതിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് തീരുമാനം കൈക്കൊള്ളാമെന്നുള്ള ഒരു വാക്കാൽ നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് നാളെ ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നുള്ള വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു പങ്കുവെക്കുന്നത്.